നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുലാക്കൂറുകാരുടെയും വൃശ്ചികക്കൂറുകാരുടെയും 2025 പുതുവർഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് തുലാക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാനത്തെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ 5ാം ഭാവത്തിൽ ശനിയും 6ാം ഭാവത്തിൽ രാഹുവും അഷ്ടമത്തിൽ വ്യാഴനും 12-ൽ കേതുവും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശനി തുലാക്കൂറുകാർക്ക് 4ഉം 5ഉം ഭാവാധിപനാണ്. ഇപ്പോൾ 5ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. 5ാം ഭാവം നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്, നമ്മുടെ സന്താനങ്ങളുടെ ഭാവമാണ്, നമ്മുടെ ബുദ്ധിയുടെ ഭാവമാണ്, നമ്മുടെ മന്ത്രസ്ഥാനവുമാണ്. ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ശനിയെപ്പോലെയുള്ള ഒരു പാവൻ വരുന്നത് സാധാരണഗതിയിൽ നന്നല്ല. എന്നാൽ ഇവിടെ ശനി നിൽക്കുന്നത് തൻ്റെ മൂലക്ഷേത്രത്തിലാണ്. മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് മുക്കാൽ ബലം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 5ൽ നിൽക്കുന്ന ശനി ഇവർക്ക് മാനസിക ആരോഗ്യവും തെളിഞ്ഞ ബുദ്ധിയും സന്താനസുഖവും ഉപാസനാബലവും ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതി വരെ തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഇവർക്ക് യോഗകാരകനായ ഗ്രഹമാണ്. ഒരു യോഗകാരകൻ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ആ വ്യക്തിക്ക് ലൗകികപരമായി സുഖങ്ങളെ കൊണ്ടുകൊടുക്കുന്നതാണ്. ഇവിടെ ഈ യോഗകാരകൻ തൻ്റെ മൂലക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് കൊണ്ടുതരുന്നത്. ശനി ഇവർക്ക് 4ാം ഭാവാധിപനും കൂടിയാണല്ലോ. 4ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മ, വീട്, വാഹനം, ഭൂമി, ബന്ധുക്കൾ മുതലായവയുമാണ്. കൂടാതെ 4 നമ്മുടെ സുഖസ്ഥാനവുമാണ്. 4ാം ഭാവാധിപൻ 5ൽ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് നല്ല അനുഭവങ്ങളെ ആയിരിക്കും കൊണ്ടുതരുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ ഒരു അംഗീകാരവും ഇഷ്ടവും ഒക്കെ നേടിയെടുക്കുവാനാകുന്നു. സാമ്പത്തികമായ നേട്ടങ്ങളും ഈ കാലത്തുണ്ടാകുന്നു. നമുക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ധാർമ്മിക ചിന്ത മനസ്സിൽ ഉണർന്നു വരികയും ധർമാദി കാര്യങ്ങളിൽ ഇടപെടാനും സാധിക്കുന്നു. ബുദ്ധിശക്തി വർദ്ധിക്കുന്ന കാലമാണ്. അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കുവാൻ സാധ്യതയുമുണ്ട്. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടും ഇപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ചിലർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരു ദുഃഖമുണ്ടാകാനും സാധ്യതയുണ്ട്. 5ാം ഭാവാധിപൻ ഒരു പാപഗ്രഹമായതിനാലാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും പൊതുവെ 4ഉം 5ഉം ഭാവാധിപനായ ഗ്രഹം 5ൽ സഞ്ചരിക്കുമ്പോൾ ഒരു 75% നല്ല ഫലങ്ങൾ തന്നെയാകും തരുന്നത്. എങ്കിലും ശനി ബേസിക്കലി ദുഃഖം തരുന്ന ഒരു ഗ്രഹമാകയാൽ മനസ്സിന് ദുഃഖം തരുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും. മാത്രമല്ല 6ൽ രാഹുവും 8ൽ വ്യാഴനും 12ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ ഈ നല്ല അനുഭവങ്ങൾ വളരെയധികം കുറഞ്ഞു പോകാനാണ് സാധ്യതകൾ അധികവും. ഈ മാർച്ച് മാസം 29-ാം തീയതി ശനി മീനം രാശിയിലേക്ക് വരുന്നു. മീനം രാശി ഇവർക്ക് 6ാം ഭാവമാണ്. മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയാണ്. ഈ രാശിയിൽ വരുന്ന ശനി ആർക്കും വലിയ ദോഷങ്ങൾ കൊടുക്കാനിടയില്ല. തുലാക്കൂറുകാരെ സംബന്ധിച്ച് മീനം രാശി ഒരു ഉപജയരാശിയാണ്. ഇവിടെ വരുന്ന ശനി ഇവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശനി 6ൽ വരുമ്പോൾ നമുക്ക് ശത്രുക്കളുടെ മേൽ ഒരു ആധിപത്യം ഉണ്ടാകുന്നു. നാളിതുവരെ നമ്മെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ശത്രുക്കളിൽ നിന്നും നമുക്ക് ഒരു മോചനം കിട്ടുന്നതാണ്. ഇപ്പോൾ മനസ്സുഖം ലഭിക്കുന്നു. ജീവിത നിലവാരവും മെച്ചപ്പെടുന്നതാണ്. സാമ്പത്തികമായ മെച്ചവും ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ മാന്യമായ സ്ഥാനവും ഇപ്പോൾ ലഭിക്കുന്നു. ഈ കാലത്ത് ഇവർക്ക് വിശപ്പ് അധികമായിരിക്കും. ലൈംഗികപരമായ താല്പര്യവും വർദ്ധിക്കുന്നു. ഇത്രയും ഫലങ്ങൾ ഇപ്പോൾ ശനിയിൽ നിന്നും ഇവർക്ക് ലഭിക്കാൻ ഇടയുണ്ട്. ശനി ഇവരുടെ 4ഉം 5ഉം ഭാവാധിപനാണല്ലോ. 4ഉം 5ഉം ഭാവാധിപൻ 6ൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അല്പം ദേഷ്യം പതിവിലും കൂടുതലായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ഇവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ കാലത്ത് മനസ്സിൽ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നതായിരിക്കും. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും ഇവർ തുറന്നു പറയാറില്ല. മാത്രമല്ല മറ്റുള്ളവർ കാണാതെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു താല്പര്യവും ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നു. ഇവർ ഇപ്പോൾ ഒരു ലോണിനൊക്കെ ശ്രമിച്ചാൽ അത് കിട്ടുന്നതാണ്. മാത്രമല്ല ആരോടെങ്കിലും കൈവായ്പയായി കുറച്ച് പണം ചോദിച്ചാലും അതും കിട്ടും. എന്നാൽ ഇപ്പോൾ ഇതൊക്കെ കിട്ടും എന്ന് കരുതി അമിതമായി വാങ്ങിയാൽ പിന്നീട് അത് പ്രശ്നമാകും. അതിനാൽ ഇപ്പോൾ കടങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഈ ശനി ഇവരുടെ സന്താനങ്ങൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ കൊടുക്കുന്നതാണ്. എന്നാൽ സന്താനങ്ങളുമായി വാക്കുതർക്കങ്ങളും ശത്രുതകളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 6ൽ വരുന്ന ശനിയുടെ ദൃഷ്ടി ഇവരുടെ അഷ്ടമഭാവത്തിലും 12ലും 3ലും പതിയുകയാണ്. ശനിയുടെ ദൃഷ്ടി ഈ ഭാവങ്ങളിൽ വീഴുന്നത് അത്ര നല്ല ഫലങ്ങളല്ല തരുന്നത്. ഇപ്പോൾ ചില അപവാദങ്ങളും കാര്യതടസ്സങ്ങളും അനാവശ്യ ചിലവുകളും
പ്രത്യേകിച്ചും ആശുപത്രി ചിലവുകളും എല്ലാം ഉണ്ടാകാം. സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാകാം. മാർച്ച് മാസം 29 ശേഷം മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. അമ്മ, വീട്, വാഹനം, ഭൂമി ഇവയെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഭൂമി സംബന്ധമായോ വീട് സംബന്ധമായോ വാഹന സംബന്ധമായോ ചില നിയമ നടപടികൾക്ക് വിധേയനാകുവാനും സാധ്യതയുണ്ട്. വ്യാഴം ഇപ്പോൾ ഇവരുടെ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനം നന്നേ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും അന്യരെ ആശ്രയിക്കേണ്ടതായി വരുന്നു. ഇപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു താല്പര്യമുണ്ടാകുന്നു. രഹസ്യാത്മകമായ പല കാര്യങ്ങളും ചെയ്യാനും പാപകർമ്മങ്ങളെ മറച്ചു വയ്ക്കുവാനും ഇപ്പോൾ തോന്നുന്നതാണ്. എന്നാൽ ആയുസ്സിന് വ്യാഴൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ദോഷമൊന്നുമില്ല. ഈ മെയ് മാസം 14 തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ, മിഥുനം രാശി ഇവരുടെ 9ാം ഭാവമാണ്. 9ാം ഭാവം വ്യാഴന് വളരെ പ്രിയപ്പെട്ട ഒരു ഭാവമാണ്. 9 നമ്മുടെ ഒരു ഭാഗ്യസ്ഥാനമാണ്. ഇവിടെ വരുന്ന വ്യാഴം നമുക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പതിവിലും കൂടുതൽ ഈശ്വരവിശ്വാസമുണ്ടാകുന്നു. ആത്മീയവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. പഠനത്തിലുണ്ടായിരുന്ന മടിയും അലസതയും തടസ്സങ്ങളുമൊക്കെ മെയ് മാസം 14 ശേഷം മാറിപ്പോവുകയും പുതിയ കോഴ്സുകൾ എടുത്ത് പഠിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. മെയ് മാസം 14 ശേഷം തീർത്ഥയാത്രകൾക്കും പഠന സംബന്ധമായ യാത്രകൾക്കും ഒക്കെ പറ്റിയ കാലമാണ്. ഗുരുസ്ഥാനീയരായ ആൾക്കാരെ കണ്ടുമുട്ടുവാനും അവരുടെ അനുഗ്രഹം നേടുവാനും ഒക്കെ സാധിക്കുന്നു. അധ്യാപകർക്കും അനുകൂലമായ കാലമായിരിക്കും ഇത്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, കണക്ക് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയ, ജേർണലിസം, പ്രിൻറ്റിംഗ് മേഖല ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കരിയറിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയവുമാണ്. 9ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ജന്മക്കൂറിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ധാർമ്മികപരമായ ചിന്തകൾ കൊണ്ടുതരുന്നതാണ്. എങ്കിലും മനസ്സിന് ചെറിയ അസ്വസ്ഥതകൾ ഈ കാലത്തുണ്ടാകുന്നതാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ അല്പം തടി വയ്ക്കുവാനും സാധ്യതയുണ്ട്. ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളവർ അല്പം ശ്രദ്ധിക്കണം. ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളും ഉള്ളവരും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. 3ാം ഭാവത്തിൽ വ്യാഴൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ശനിയുടെ ദൃഷ്ടി കൊണ്ടുണ്ടായിരുന്ന ദോഷങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ, അയൽപ്പക്കക്കാർ, സുഹൃത്തുക്കൾ ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു ഡൈല്യൂഷൻ കിട്ടുന്നതാണ്. 2025 ഒക്ടോബർ മാസം 18 തീയതി വ്യാഴം അതിചാരത്തിൽ കർക്കിടകത്തിൽ വരുന്നു. അവിടെ വ്യാഴന് ഉച്ചമാണ്. അത് ഇവരുടെ 10ാം ഭാവവുമാണ്. ചാരവശാൽ വ്യാഴം 10ൽ വരുന്നത് നന്നല്ല. ആ സമയം സ്ഥാനഭ്രംശവും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഈ മെയ് മാസം 14 ഒക്ടോബർ മാസം 18 ഇടയിലുള്ള 5 മാസത്തിനിടയിൽ ചെയ്യുക. രാഹു ഇപ്പോൾ 6ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മെയ് മാസം 18 5ാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരികയും ചെയ്യുന്നു. രാഹു 6ൽ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് സാമ്പത്തികപരമായും മറ്റും ഗുണപ്രദം തന്നെയാണ്. എന്നാൽ ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പൈൽസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. ഈ കാലത്ത് ഭക്ഷ്യവിഷബാധ ഏൽക്കാനും ഇടയുണ്ട്. രാഹു മെയ് മാസം 18 5ൽ വരുമ്പോൾ 5ാം ഭാവവും രാഹുവിന് അത്ര പ്രിയപ്പെട്ട ഭാവമൊന്നുമല്ല. 5 നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. 5ൽ രാഹു വരുമ്പോൾ നമ്മുടെ വികാര വിചാരങ്ങളെ രാഹു സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് നമുക്ക് പലതിനോടും ഒരു ആസക്തി തോന്നും. 5 നമ്മുടെ പൂർവ്വജന്മത്തെ കുറിക്കുന്ന ഒരു ഭാവവുമാണ്. കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് ഇപ്പോൾ അതിൽ പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടാവുകയും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുമാണ്. ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല അറിവും അപഗ്രാഹ്യവും നേടുന്നതുമാണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന സമയവുമാണ്. ഈ കാലഘട്ടം സന്താനങ്ങൾക്ക് അത്ര ഗുണകരമല്ല. ഗർഭിണികൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. കേതു ഇപ്പോൾ ഇവരുടെ 12ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേതു 12ൽ സഞ്ചരിക്കുന്ന കാലം നമുക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. ഈ കാലഘട്ടത്തിൽ രഹസ്യമായി പല കാര്യങ്ങളും ചെയ്യുവാനുള്ള താല്പര്യവും വർദ്ധിക്കും. വീണ്ടും വിചാരമില്ലാതെ പല കാര്യങ്ങളിലും എടുത്തുചാടി അബദ്ധങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും. പൂർവാർജിത സ്വത്തുക്കൾക്ക് നാശവും സംഭവിക്കും. ഇപ്പോൾ മനസ്സിന് ഒരു ചാഞ്ചല്യം ഉണ്ടാകുന്ന കാലമാണ്. ഒരു കാര്യത്തിലും ഉറച്ച ഒരു തീരുമാനം എടുക്കുവാനാകില്ല. ദുഃഖങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും ഉണ്ടാകും. മെയ് മാസം 18 ഈ കേതു 11ാം ഭാവത്തിൽ വരുമ്പോൾ വളരെ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു.
സാമ്പത്തിക പുരോഗതിയും മനസ്സുഖവും സൽപ്പേരും ഒക്കെ ഉണ്ടാകുന്നു. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിൽ തിളങ്ങുവാനും സാധിക്കുന്നു. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ ഇടവരും. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയും ചെയ്യും. തുലാക്കൂറുകാർക്ക് ശനി മാറ്റവും വ്യാഴമാറ്റവും രാഹുകേതുക്കളുടെ മാറ്റവും വളരെയേറെ ഗുണപ്രദമായി തീരാൻ പോവുകയാണ്. ഇത്രയും കാലം ഇവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും ഈ 2025. ഇനി നമ്മൾ പരിശോധിക്കുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഫലങ്ങളാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ശനി ഇപ്പോൾ ഇവരുടെ 4-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാർച്ച് മാസം 29-ാം തീയതി 5-ലേക്ക് വരുന്നു. 4 ഒരു കേന്ദ്രഭാവമാണ്. അവിടെ ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്നത് നന്നല്ല. എന്നാൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഇവരുടെ 4-ാം ഭാവാധിപനാണ്. ഒരു ഭാവാധിപൻ ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ഫലങ്ങളെ തന്നെയായിരിക്കും തരുന്നത്. 4-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മ, വീട്, വാഹനം, സുഖം, സന്തോഷം, ഭൂമി മുതലായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും മാർച്ച് മാസം 29 വരെ ലഭിക്കുക. 3-ാം ഭാവാധിപനായ ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ധനപുഷ്ടിയും ബുദ്ധിസാമർഥ്യവും ഒക്കെ ഉണ്ടാകുന്നു. എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. മാർച്ച് മാസം 29-ാം തീയതി ശനി ഇവരുടെ 5-ാം ഭാവത്തിൽ വരികയാണ്. ഇവർക്ക് സാമ്പത്തികപരമായി ഈ കാലം അനുകൂലമായിരിക്കും. പ്രവൃത്തികളിൽ നല്ല സാമർഥ്യം കാണിക്കുകയും ചെയ്യും. സന്തോഷകരമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് ഇവർക്ക് മറ്റുള്ളവരുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ ലഭിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവർക്ക് ഈശ്വരഭക്തിയും വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് ചില വിഷമതകൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധുക്കളുമായി കലഹിക്കുവാനും ഇടവരും. ഇപ്പോൾ മാനസിക പിരിമുറുക്കവും ഉണ്ടാകാം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സവും മടിയും അലസതയും ഒക്കെ ഉണ്ടാകാം. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സുഖവും ദുഃഖവും മാറി മാറി അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തിക മേഖലകളിലും ഈ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. വ്യാഴം ഇപ്പോൾ ഇവരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മെയ് മാസം 14-ാം തീയതി അഷ്ടമഭാവമായ മിഥുനത്തിലേക്ക് വരുന്നു. വ്യാഴം ഇവർക്ക് 2-ഉം 5-ഉം ഭാവാധിപനാണ്. വ്യാഴം 7-ൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും സുഖവും ഐശ്വര്യങ്ങളുമൊക്കെ ലഭിക്കുന്നു. നല്ല ഭക്ഷണം, തെളിഞ്ഞ ബുദ്ധി, ദീർഘായുസ് എന്നിവയും ഉണ്ടാകുന്നു. എന്നാൽ മെയ് മാസം 14-ന് ശേഷം വ്യാഴം ഇവരുടെ അഷ്ടമഭാവത്തിലാണ് വരുന്നത്. വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ രോഗങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നേരത്തെ ഏതെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. യാത്രകളിൽ അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മനസ്സിന് ദുഃഖമുണ്ടാകുന്ന അനുഭവങ്ങളും ഉണ്ടാകും. ഈ കാലത്ത് ഈശ്വരഭക്തി കുറയുന്നതായിരിക്കും. ബന്ധുക്കളുമായി കലഹിക്കുവാനും ഇടയുണ്ട്. എന്നാൽ ഇവർക്ക് അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങളോ ഭൂമി ലാഭങ്ങളോ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായിട്ട് ചില പിണക്കങ്ങളോ അകൽച്ചയോ ഈ കാലത്തുണ്ടാകുന്നു. ഇല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് രോഗാവസ്ഥയുണ്ടാകുന്നു. ഇവർക്ക് സഹോദരങ്ങളുമായി ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴം ഇവരുടെ 9-ാം ഭാവമായ കർക്കിടകത്തിൽ വരുന്നു. ഇവിടെ വ്യാഴം ഉച്ചനാണ്. വ്യാഴം 9-ൽ വരികയും അത് തനിക്ക് ഏറ്റവും ബലമുള്ള ഉച്ചരാശിയാവുകയും കൂടി ചെയ്യുകയാൽ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടങ്ങളും പുത്രസൗഭാഗ്യവും സഹോദര ഗുണങ്ങളുമൊക്കെ ഉണ്ടാകുന്നു. ഈ കാലം ശരീരം അല്പം പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു ഉത്സാഹവും സാമർഥ്യവും ഒക്കെ തോന്നുന്നതാണ്. കല, സാഹിത്യം മുതലായവയിൽ താല്പര്യമുള്ളവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. മനസ്സിൽ ഇപ്പോൾ ഒരു ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടാകുന്നതുമായിരിക്കും. മറ്റുള്ളവർക്കിടയിൽ സ്ഥാനമാനങ്ങളും ബഹുമാനവുമൊക്കെ ഉണ്ടാകും. ഈ കാലം സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഉണ്ടാകും. ഇവർക്ക് മെയ് മാസം 14 മുതൽ ഒക്ടോബർ മാസം 18 വരെയുള്ള 5 മാസവും 4 ദിവസവും ബുദ്ധിമുട്ട് നിറഞ്ഞ അനുഭവങ്ങളും ഒക്ടോബർ 18-ന് ശേഷം നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. രാഹു 2025 മെയ് മാസം 18 വരെ 5-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ 4-ലേക്ക് വരികയാണ്. രാഹു 5-ൽ സഞ്ചരിക്കുന്നത് സന്താനങ്ങൾക്ക് ഗുണകരമല്ല. എന്നാൽ നമുക്ക് 5-ലെ രാഹു ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും ഒക്കെ തരുന്നതാണ്. ഏത് കാര്യം ചെയ്യുവാനുള്ള ഒരു ഉത്സാഹവും രാഹു തരുന്നു. കലാപരമായ വാസനകളുള്ളവർക്ക് ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു മനോധൈര്യവും രാഹു തരുന്നതാണ്. ഇപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കി എന്നിരിക്കും. റൊമാൻറ്റിക് പരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയവുമാണ്. മെയ് 18-ന് രാഹു 4-ൽ വരുമ്പോൾ നമുക്ക് വീടിനോടും വാഹനങ്ങളോടും ഒക്കെ ഒരു ഇഷ്ടം തോന്നുന്നതാണ്. പലരുടെയും വാക്ക് കേട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുള്ള സമയമാണ്. അക്കാര്യം വളരെ ശ്രദ്ധിക്കണം.
രാഹു ഇപ്പോൾ വരുന്നത് കുംഭം രാശിയിലാണല്ലോ. കുംഭം രാശി രാഹുവിന് ബലമുള്ള രാശിയാണ്. ഈ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. രാഹു ശനിയുടെ രാശിയിൽ നിൽക്കുകയാൽ ശനി 4 നിൽക്കുന്ന ഫലം തന്നെയാണ് തരുന്നത്. ബലവാനായ ശനി 4 നിൽക്കുമ്പോൾ അത് വീട്, വാഹനം, ഭൂമി ഇത്യാദി കാര്യങ്ങൾക്ക് ശുഭഫലം നൽകുന്നു. മാത്രമല്ല വ്യാഴന്റെ ദൃഷ്ടി കൂടി ഈ രാഹുവിൽ പതിയുകയാണ് ചെയ്യുന്നത്. അതിനാൽ രാഹു ഈ കാലഘട്ടത്തിൽ നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുതരും എന്ന് നമുക്ക് വിശ്വസിക്കാം. കേതു ഇപ്പോൾ 11-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 11-ൽ കേതു സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന സമയവുമാണ്. ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്കിടയിൽ ഒരു മതിപ്പും മാന്യതയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഗൃഹത്തിന് ഐശ്വര്യവും ഗൃഹത്തിൽ സന്തോഷവും ഉണ്ടാകുന്നു. മെയ് മാസം 18-ന് കേതു 10-ൽ വരികയാണ്. കേതു 10-ൽ വരുമ്പോൾ സാമ്പത്തികപരമായി നമുക്ക് ഉയർച്ച തരിക തന്നെ ചെയ്യുകയാണ്. ധാരാളം യാത്രകൾ ചെയ്യുവാനിടവരും. തൊഴിൽപരമായി പ്രസിദ്ധിയും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നു. തുലാം, വൃശ്ചികം എന്നീ കൂറുകളിൽ ജനിച്ച ചിത്തിരയിലെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ 2025-ലെ പുതുവർഷ ഫലങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇവിടെ പറഞ്ഞത്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.